രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ ആരോപണം ശക്തമാക്കി ബിജെപി. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പാകിസ്ഥാനിൽ പോസ്റ്റർ ബോയ്സ് ആയെന്ന് ബിജെപി എംപി സാംബിത് പത്ര. രാഹുലിന്റെ ചിത്രം പാകിസ്ഥാൻ പട്ടാള മേധാവിയുടെ ചിത്രവുമായി ചേർത്ത് കഴിഞ്ഞ ദിവസം ബിജെപി നേതാക്കൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. എം.ജി. മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, പോര് കൂടിക്കൂടി ഒരു കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്കൊക്കെ പോവുകയാണ്. ഇപ്പോൾ പാകിസ്ഥാനിലെ പോസ്റ്റർ ബോയ്സ് എന്നാണ് ഖർഗെയും രാഹുലിനെയും സംബിത് പത്ര വിശേഷിപ്പിക്കുന്നത്. ഈ മുതിർന്ന നേതാക്കളുടെയൊക്കെ അറിവോടും സമ്മതത്തോടും കൂടിയാണോ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങളൊക്കെ? ശ്രീജ, ഈ സമൂഹ മാധ്യമങ്ങളിലാണ് ഇത്തരത്തിലുള്ള പോരൊരു അതിരൂക്ഷമായി തുടരുന്നത്. കാരണം നേതാക്കൾക്കെതിരെ പോസ്റ്റർ വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ബിജെപിയുടെ IT സെൽ മേധാവി അമിത് മാളവി ആയിരുന്നു ഇത്തരത്തിലുള്ളൊരു വിവാദത്തിന് വീണ്ടും തുടക്കം കുറിച്ചത്. നേരത്തെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായിരുന്നു ഇത്തരത്തിൽ ചില സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലയില്ലാത്ത ചിത്രമൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ചില രീതിയിലുള്ള വിവാദങ്ങൾക്ക് നേരത്തെ തുടക്കം കുറിച്ചിരുന്നു. അത് പിന്നീട് ഈ കോൺഗ്രസിന്റെ ഈ സമൂഹ മാധ്യമ ഹാൻഡിലുകളിൽ നിന്ന് അത് പിന്നീട് പിൻവലിക്കുകയും കോൺഗ്രസ് കൃത്യമായി അതിനുള്ള ഈ ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ പ്രചരണങ്ങളോ പാടില്ല എന്ന അടക്കമുള്ള കാര്യങ്ങൾ നേതാക്കൾക്കും ഒപ്പം തന്നെ അണികൾക്കും വിശദീകരിച്ച് നൽകുന്നതിന് വേണ്ടി ഒരു പ്രമേയം പാസ്സാക്കുകയും ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് ഒരു ഘട്ടത്തിൽ വീണ്ടും ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇരു പാർട്ടികളും തമ്മിൽ ബിജെപിയുടെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും നേതാക്കൾ തമ്മിൽ സമൂഹ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞപ്പോൾ പോര് രൂക്ഷമാവുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പട്ടാള മേധാവി അസീം മുനീറിന്റെ പാതിമുഖവും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പാതിമുഖവും ചേർത്ത് വെച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അമിത് മാളവിയാണ് ഇത്തരത്തിൽ ഒരു ചിത്രം പോസ്റ്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ മറ്റൊരു ചിത്രം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ മുതുകിൽ കയറി നിൽക്കുന്ന രാഹുൽ ഗാന്ധി എന്ന രീതിയിലുള്ള ചിത്രവും അതിൽ നിലവിൽ എത്ര ഇന്ത്യയുടെ വിമാനങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ ജെറ്റ് വിമാനങ്ങൾ തകർന്നിട്ടുണ്ട് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളും ഇത്തരത്തിൽ അമിത് മാളവിയ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വൈകിട്ടോടുകൂടി അതിനെതിരെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിൽ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. കൂടാതെ S ജയശങ്കറിനെ ജയിച്ചെന്ന രീതിയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഈ ഹാൻഡിലുകളിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇതിനെതിരെ പ്രചരണം ശക്തമാക്കുകയും ചെയ്ത് അങ്ങനെ ഇരു നേതാക്കളുടെ അല്ലെങ്കിൽ ഇരു പാർട്ടി വിഭാഗങ്ങളും തമ്മിൽ ഒരു ചേരിതിരിഞ്ഞൊരു അറ്റാക്ക് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തത്. എന്തായാലും ഔദ്യോഗികമായി ഈ സംഭവത്തിൽ BJP കേന്ദ്ര നേതൃത്വമോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വമോ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ നേരത്തെ കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയപ്പോൾ അന്ന് CWC യോഗത്തിൽ തന്നെ ഇക്കാര്യത്തിലൊരു ഇത്തരത്തിലുള്ള പ്രതികരണം പാടില്ല എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചുവെങ്കിൽ കഴിഞ്ഞ ദിവസം IT സെൽ മേധാവി ബിജെപിയുടെ IT സെൽ മേധാവി ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ കേന്ദ്ര നേതൃത്വം ഇങ്ങനെയുള്ള പോസ്റ്റുകൾ പാടില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പാടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ നേരത്തെ ശ്രീജ ചോദിച്ചതുപോലെ തന്നെ സ്വാഭാവികമായും കേന്ദ്ര നേതാക്കളുടെയൊക്കെ അറിവോടുകൂടി തന്നെയായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു വാദപ്രതിവാദങ്ങൾ സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇത്തരത്തിൽ പാകിസ്ഥാന് വേണ്ടി ഉള്ള ഒരു വാദങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നടത്തുന്നതിനുള്ള പ്രചരണം ശക്തമാക്കി BJP മുന്നോട്ട് പോകുന്നു. അതേസമയം ഇത്തരത്തിൽ എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ BJP നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നതെന്നുള്ള രീതിയിലായിരുന്നു കോൺഗ്രസിന്റെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. ശ്രീജ, M.G. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.